നോക്കൂ, സമരത്തിലേക്കൊന്നും പോകുമെന്നും ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ചർച്ച നടന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ, ഈ സമീപകാലത്തൊന്നും തന്നെയും പ്രതിപക്ഷം സർക്കാരിൻ്റെ ഏതെങ്കിലും പരിപാടികളുമായി സഹകരിച്ചു പോയിട്ടില്ല. നവകേരള സദസ്സ് മാത്രമല്ല, അതിനു മുമ്പ് നടന്നിട്ടുള്ള കേരളീയ ആണെങ്കിലും വിവിധ പരിപാടികളിൽ സർക്കാർ ക്ഷണിക്കുന്നുണ്ട്, പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കണം. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അടക്കമുള്ള പരിപാടികളിൽ ഇവിടെ പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനയുടെ എനിക്ക് തോന്നുന്നത് നവകേരള സദസ്സിൻ്റെ ഒരു പത്രസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ആദ്യമായിട്ട് പറഞ്ഞത്, സംസ്ഥാനത്തിൻ്റെ കാര്യം പറയാൻ സർവകക്ഷിയാണ് സാധാരണ വിളിക്കാറുള്ളത്. മുഖ്യമന്ത്രി ഒരു നിലപാട് പറഞ്ഞിരുന്നു. അതായത് പി കെ കുഞ്ഞാലിക്കുട്ടി എടുത്ത നിലപാടിന് പകരം അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന്. എന്തുകൊണ്ടാണ് എനിക്കതിപ്പം ഇതൊരു ഒരു ഒരു ഈ ചർച്ചയ്ക്ക് വേദിയൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാപ്പാണ് ഈ ഒരു ചർച്ച എന്ന് ഞാൻ അല്ല ഈ ഒരു കോമ്പിനേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിയെയും വി ഡി സതീശനെയും മാത്രം വിളിക്കുക. അപ്പോൾ യു ഡി എഫിലെ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള മറ്റ് കക്ഷികളെയൊന്നും വിളിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒരു കൗതുകമുള്ള കാര്യമാണ്. അപ്പോൾ അവരെ വിളിക്കാതെ പി കെ കുഞ്ഞാലിക്കുട്ടി നേരത്തെ നിലപാട് പറഞ്ഞിട്ടുണ്ട്, വി ഡി സതീശൻ്റെ നിലപാട് വേറെയാണ്. നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇവിടുത്തെ ദൂർത്തുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി, കേന്ദ്രത്തിൻ്റെ മാത്രം കുഴപ്പമല്ല എന്നുള്ള നിലപാടാണല്ലോ എടുത്തിട്ടുള്ളത്. അതേസമയം പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ എന്താ, കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന സർക്കാരിനൊപ്പം ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ്, വിഹിതം തന്നേ പറ്റൂ, അവകാശങ്ങൾക്ക് വേണ്ടി യു ഡി എഫും ലീഗും ഒപ്പം നിൽക്കുമെന്നാണ് വ്യത്യസ്തമായ നിലപാട് വി ഡി സതീശനും എടുക്കുന്നത്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും മാത്രം നിർത്തിക്കൊണ്ട് ഒരു ലീഗ് കളി യഥാർത്ഥത്തിൽ പിണറായി വിജയൻ കളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ണി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ സമരത്തിന് ഡൽഹി പോയി ഒപ്പം നിൽക്കാനൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് സാധിക്കില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രചാരണ വിഷയം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ല, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഉന്നയിക്കുന്ന സമയത്ത് ഈ പറയുന്ന യു ഡി എഫ് എം പിമാർ അതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞു തരും എന്ന് ഞാൻ വിശ്വസിക്കാതെ. Meet the editors.